നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ ഇങ്ങനെയാണ് ജനക്കൂട്ടമെങ്കിൽ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. ഇന്ന് രാത്രി അവിടേക്ക് എത്തി പൊതുദർശനമൊക്കെ പ്രതീക്ഷിച്ചതാണെങ്കിലും ഇപ്പോൾ 2:30 തുടങ്ങിയ വിലാപയാത്ര 4 മണിക്കൂർ പിന്നിടുമ്പോഴും അധിക ദൂരം താണ്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ കരഞ്ഞുകൊണ്ടാണ് പ്രായമായവരൊക്കെ ഈ വിലാപയാത്രയെ നോക്കി നിൽക്കുന്നത്, കാത്തു നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ വിലാപയാത്ര പാങ്ങപ്പാറയിലൂടെ കടന്നു പോവുകയാണ്. ഇനി കാര്യവട്ടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സന്ധ്യ മയങ്ങുന്നു, പക്ഷേ ഇനിയും ദൂരം ഒരുപാട് താണ്ടാനുണ്ട്. നമുക്കറിയാം, ചെങ്കൊടിയേന്തി ഇരുവശവും കാത്തു നിൽക്കുന്ന ആളുകളെ എങ്ങനെയാണ് അവരെ ഒന്ന് കാണിക്കാതെ VS-നെ കൊണ്ടുപോവുക എന്ന് നേരത്തെ മന്ത്രി രാജീവ് ചോദിച്ചതുപോലെ നിരവധി ആളുകൾ ഇപ്പോഴും ആ വിലാപയാത്രയെ അനുഗമിച്ച് ആ ബസ്സിന് ഒപ്പം VS-നെ വിടാൻ സാധിക്കില്ല, VS-നെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുഴക്കി നീളുന്ന ആ കാഴ്ചയാണ്, നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയ നിര, എപ്പോഴും പ്രായം തളർത്താത്ത നേതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് എന്തുകൊണ്ട് എന്നുകൂടി എടുത്തു പറയണം. കാരണം പുതുതലമുറ പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, VS-നെ കുറിച്ച് കേട്ട് മാത്രം പരിചയമുള്ള പുതുതലമുറ പോലും അവസാനമായി ഞങ്ങൾക്ക് VS-നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് റോഡിന് ഇരുവശവും നിന്ന് റോസാപ്പൂക്കൾ അർപ്പിക്കുന്ന ആ കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ കാര്യവട്ടത്തേക്ക് വിലാപയാത്ര കടക്കുകയാണ്. എന്ത് തീരുമാനിച്ചാലും അത് നടപ്പിലാക്കുന്ന ഒരു നേതാവ്. നേരത്തെ അദ്ദേഹത്തിൻ്റെ സാരഥിയായിരുന്ന സുന്ദരൻ പറഞ്ഞതുപോലെ 98-ാം വയസ്സിലാണ് അദ്ദേഹം ഹിന്ദി പഠിച്ചത് എന്നുള്ളതാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു VS എന്നുള്ളതാണ്. ഹിന്ദിയിൽ പ്രസംഗിക്കണം എന്ന ഒരു താല്പര്യം VS-നുണ്ടാവുകയും ഹിന്ദി അധ്യാപകനെ വിളിച്ചു വരുത്തി ഹിന്ദി പഠിച്ചെടുത്ത് അത് പ്രസംഗവും നടത്തി VS ആ സമയം അതിനുശേഷമാണ് സന്തോഷവാനായത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ എന്ത് കാര്യം ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ നല്ലതിന് വേണ്ടി എന്ത് നടപ്പാക്കണമോ അതിൽ കൃത്യമായി ഉറച്ചു നിന്നുകൊണ്ട് അത് നേടിയെടുക്കുന്ന ഒരു തീക്ഷ്ണമായ ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു വിപ്ലവകാരിയായിരുന്നു നമ്മളോട് വിടവാങ്ങുന്നത്. ഒപ്പം വികസന വിരോധി എന്നൊക്കെ ഒരു സമയത്ത് VS-നെ വിളിച്ചവരുണ്ട്. പക്ഷേ കമ്പ്യൂട്ടർ വ്യാപകമായപ്പോൾ അതും പഠിച്ചെടുക്കാൻ VS വളരെയധികം തയ്യാറായി എന്നുള്ളതാണ്. VS-നെ ഒരു ശീലത്തിലും VS-നെ തോൽപ്പിക്കാനായിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയണം. VS പുകവലി ചെയിൻ സ്മോക്കറായിരുന്ന VS-നെ നമുക്കറിയാം. അദ്ദേഹത്തോട് അടുത്ത് നിന്ന ആളുകളൊക്കെ M മണിയൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത്രത്തോളം പുകവലിക്കുന്നയാളായിരുന്നു VS എന്ന്. പക്ഷേ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായി തുടങ്ങിയപ്പോൾ ഇത് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ നിമിഷം എന്ന് തൊട്ട് നിർത്തുമെന്ന് ചോദിച്ചപ്പോൾ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ എന്ന് ഡോക്ടർക്ക് മറുപടി നൽകി അതിലുറച്ചു നിൽക്കാൻ കഴിഞ്ഞ, പിന്നീട് ഒരിക്കലും പുകവലിക്കാത്ത VS-നെ അത്തരത്തിൽ നിലപാടുകളിൽ ഉറച്ചു നിന്ന് ആ സ്വന്തം കാര്യത്തിലുള്ള നിലപാടുകൾ ഇത്തരത്തിൽ സമര കാര്യങ്ങളിലും തൊഴിലാളികളുടെ അടക്കം അടിസ്ഥാന വർഗ ജനങ്ങളുടെ അടക്കം കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ VS-ന് കഴിഞ്ഞു എന്നുള്ളതാണിപ്പോൾ നമ്മൾ കാണുന്നത്. കൊല്ലം ജില്ലയിൽ VS-ന്റെ യാത്ര, അന്ത്യയാത്ര വഴിയാണ് നമ്മൾ കാണുന്നത്. പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട ബസ് ബേ, കാവനാട്, ചവറ ബസ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളി, ഓച്ചിറ, ഇങ്ങനെയാണ് കൊല്ലത്തെ വിലാപയാത്രയുടെ വഴി. കൊല്ലത്ത് 8 ഇടങ്ങളിൽ 17 പോയിന്റുകളിൽ വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ കടന്നു പോകുമ്പോൾ വളരെ പതുക്കെ പോയി ആളുകൾക്ക് കാണാനുള്ള അവസരം ഒരുക്കുമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം സമയക്രമം ആകെ തെറ്റുകയാണ്. അത്രത്തോളം ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. VS-ന്റെ പുകവലി ശീലത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ദിനചര്യകൾ കൂടി എടുത്തു പറയേണ്ടതാണ്. ആർക്കും മാതൃകയാക്കാവുന്ന ഒരു യോഗ വളരെയധികം കാര്യമായി ജീവിതത്തിലേക്ക് എടുത്ത ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആവണം അവസാന ദിവസങ്ങളിലും നമ്മളൊക്കെ അദ്ദേഹം വെന്റിലേറ്ററിലാണ് എന്ന് പറയുമ്പോഴും പിന്നീട് തിരിച്ചു വരുന്ന ഒരു 3-4 ദിവസങ്ങൾ അത് നമ്മൾ കണ്ടതാണ്. ആ വെന്റിലേറ്ററിൽ പോലും പൊരുതാൻ അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ചിട്ടയായ ജീവിതം തന്നെയാണ് എന്ന് പറയണം. അത്രത്തോളം മാനസികമായും ശാരീരികമായും വടിവത്ത ഒരു മനുഷ്യൻ. 4.5 വയസ്സിൽ അമ്മയെയും 11 വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടതിന് ശേഷം സ്വന്തമായ ജീവിതം കരുപ്പിടിപ്പിച്ച ഒരു നേതൃസ്ഥാനത്തേക്ക് വളർന്നു വന്ന ഒരു മനുഷ്യൻ.
എവിടെ പാവങ്ങളുടെ കണ്ണീരുണ്ടോ അവിടെയൊക്കെ ഞാൻ മുന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്ന സമരനായകൻ, അത്തരത്തിൽ ഒരു വ്യക്തിക്കാണിപ്പോൾ കേരളം വിട നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മ നാട്ടിലേക്ക് അദ്ദേഹം യാത്രയാവുകയാണ്. ആ യാത്രയയപ്പ് ചരിത്രത്തിൽ ഇടം നേടണമെന്ന് ഒരു വാശിയുള്ളതുപോലെ മലയാളി അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയ്ക്കൊപ്പം കൈകോർക്കുകയാണ്. എല്ലായിടത്തും ആളുകളുടെ എണ്ണം ഓരോ മണിക്കൂറിലും വർദ്ധിച്ചു വരുന്ന കാഴ്ച, വിലാപയാത്രയുടെ നീളം കൂടി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് അവസാനമായി ലാൽ സലാം പറയാൻ രണ്ട് വശത്തും റോഡിന് ഇരുവശത്തും കൂടി നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. എപ്പോഴും ആദർശങ്ങളിൽ ഉറച്ചു നിന്ന മനുഷ്യനായിരുന്നു VS. അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ VV ആശ അവർ പറഞ്ഞ ഒരു അനുഭവത്തിലേക്ക് പോയാൽ, വളരെയധികം ആഗ്രഹമായിരുന്നു എനിക്ക് സ്വർണ്ണക്കൊലുസിടാൻ. പൈസയൊക്കെ ആയ സമയത്ത് അച്ഛനോട് ചോദിച്ചു ആശ, ഞാനൊരു സ്വർണ്ണക്കൊലുസ് വാങ്ങി ഇടാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം, നീ ഒരു തൊഴിലാളി നേതാവിൻ്റെ മകളാണ്, ഇനി നിനക്ക് വേണമെങ്കിൽ അതാകാം എന്ന് പറഞ്ഞു. അവിടെ ആ ആഗ്രഹം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അതായത് തൊഴിലാളികൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന, അത്രത്തോളം ദുരിതങ്ങൾ അനുഭവിച്ച് വളർന്നു വന്ന ഒരാൾ ആ ആർഭാടങ്ങളിലേക്ക് ഒരിക്കലും പോകരുത് എന്ന് മക്കളെപ്പോലും പറഞ്ഞു പഠിപ്പിച്ച ഒരച്ഛൻ, ഒരുപാട് പേരുടെ അനുഭവം കൊണ്ട് ഒരുപാട് പേരുടെ അച്ഛനായ VSനെ നമ്മൾ കണ്ടു. KK രമയുടെ വീട്ടിലെത്തി പൊട്ടിക്കരയുന്ന KK രമയെ ചേർത്ത് പിടിച്ച് VSൻ്റെ ചിത്രം അത് നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു അച്ഛൻ്റെ സാമീപ്യം നമുക്ക് അത്രത്തോളം അവിടെ ഫീൽ ചെയ്തതാണ്. അതുപോലെയുള്ള നിരവധി സന്ദർഭങ്ങൾ, അങ്ങനെ ഓരോരുത്തർക്കും VSനെ കുറിച്ച് ഓരോരോ അനുഭവങ്ങൾ, ഓരോരോ കഥകൾ പറയാനുണ്ട്. ഇപ്പോൾ പാങ്ങപ്പാറ പിന്നിടുകയാണ്, ഇനി കാര്യവട്ടത്തേക്ക് കടക്കുകയാണ് വിലാപയാത്ര.